നമസ്കാരം. നമ്മുടെ ഈ ഒരു ആഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ള സ്പ്രെഡാണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് കറേജിയസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിനെയും ഭയമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരുന്നൊരു സമയമാണ്. നിങ്ങളിലേക്ക് ധാരാളം പണം, വെൽത്ത് വരുന്നുണ്ട്. ഇത് നിങ്ങൾ മുമ്പ് കഷ്ടപ്പെട്ട എന്തോ ഒന്നിൽ നിന്നുള്ള ഒരു സമ്പത്താണ്, അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണാം. നിങ്ങളൊരു ഒരു റിലേഷൻഷിപ്പ് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിലൊരു സക്സസ് ഉണ്ടാകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു സക്സസ് ഉണ്ടാകണം. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ഈ ഒരാഴ്ച ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. വളരെയധികം ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. ഈ റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ഒരു സ്റ്റേബിളായിട്ടൊരു ഫാമിലി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എംബറസിൻ്റെ എനർജിയാണുള്ളത്. നിങ്ങൾ എന്തോ നേടിയെടുത്ത ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു നർച്ചറിങ് എനർജി ഉണ്ട്. ഒരു മാതാവിൻ്റെ പോലത്തെ ഒരു എനർജി. നിങ്ങളിപ്പോൾ ഒരു പ്രഗ്നൻസി ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ചൈൽഡ് ബർത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകുമെന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ചതി നടക്കാനുള്ള സാധ്യതയുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ കൂടെ നിന്ന് ആരെങ്കിലും നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാനോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള വേറൊരാളായിരിക്കില്ല. നിങ്ങൾ തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും കള്ളം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാനോ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇമോഷണലി ഹേർട്ട് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഡിവൈൻ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക ആണ് വേണ്ടത് എന്നാണ് ഡിവൈൻ പറയുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വീണ്ടും അതൊരു റിലേഷൻഷിപ്പിലേക്കാണ് വരുന്നത്. റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നെഞ്ചോട് അടുക്കി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം നിങ്ങൾ ഒരു ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള പണം, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു പൈസ നിങ്ങൾ അത് മറ്റാർക്കും കൊടുക്കാതെ ഒരു മൈസറിൻ്റെ ഒരവസ്ഥയിലേക്ക്, ഒരു പിശുക്കി വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഈ സമയം, ഈ ഒരാഴ്ച നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പൈസ കൂടുതൽ ചിലവാക്കുമോ. നമുക്ക് മൈസറും കിട്ടിയിട്ടുണ്ട്, മൈസറല്ല 4 ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഡിസിഷൻ എടുക്കാൻ ഈ ഒരു സമയം നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ടും ഡിവൈൻ ഇതിൽ പറയുന്നുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.